വല്ലരും ഇടിച്ചോ പുള്ളി? പാമ്പും 2024 ശരിയാവും. കണ്ണി പൊടി വീണോ അതോ അല്ലെങ്കിൽ ഇടിച്ചോ കണ്ണില്? കൊമ്പോ ലൂത്ത് കണ്ടപ്പോഴേ കണ്ണും തിരുവി നിന്നതല്ല, ഇവിടെ കണ്ണും തള്ളി നിന്നതാണ്. ഇവിടെ നമ്മുടെ കുറെ പയ്യന്മാരുടെ ഒരു പ്രകടനം ഇത് കണ്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ മാനവീയത്തെ കാഴ്ചകൾ. കണ്ണ് തിരുമയല്ല, കണ്ണ് തള്ളിയാണ്. അമ്മാതിരി പെർഫോമൻസ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആർപ്പുകളി കാരണം കൃത്യമായൊന്നും പറയാൻ പോലും സാധിക്കുന്നില്ല. അമ്മാതിരി ആവേശത്തിലാണ് മാനവീയം വീതി അതിന്റെ 2023 അവസാന മണിക്കൂറുകളിൽ ഇവിടെ കാണുന്നത്. അത്രയും വലിയ ആവേശമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആഘോഷം, അതിന്റെ എല്ലാ അർത്ഥത്തിലും 2024 സ്വാഗതം ചെയ്യാൻ മാനവീയം വീതി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ കാഴ്ച വിരുന്നുകൾ സാക്ഷിയാകുകയാണ്. അത് കാണാനായി തന്നെ നിരവധി ആളുകൾ ഈ പോയിന്റിലേക്ക് ഒത്തുകൂടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരറ്റത്ത് നിന്ന് രണ്ടറ്റത്തുള്ള ആളുകൾ എല്ലാവരും ഇവരുടെ ഈ അത്ഭുത വിസ്മയ പ്രകടനം കാണാൻ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ നിലയിലാണ് ഈ ചെറുപ്പക്കാരൻ മാത്രമല്ല, നമ്മൾ അവിടേക്ക് ഇതിന് തൊട്ടുപുറകിൽ നിൽക്കുന്ന ആ വില്ലൻ എന്ന ടീഷർട്ട് എഴുതി അവർ അങ്ങനെ ആ ഒരു ടീം വലിയ അഭ്യാസ പ്രകടനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. തീർത്തും നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന, കണ്ണ് തള്ളിക്കുന്ന പ്രകടനം. ശരിക്കും എന്താ നമുക്ക് വാക്കുകൾ പോലും കിട്ടാത്ത അത്രയും ഗംഭീരമായ പ്രകടനം, അപാരമായ അസാമാന്യമായ വീഴടക്കത്തോടു കൂടി കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അതാണ് മാനവീയത്തെ ഒരു കാഴ്ച. വലിയ ആവേശത്തിൽ അത് കണ്ട് വളരെ ചെറിയൊരു പയ്യനാണ് ഇപ്പോ അഭ്യാസം കാണിക്കുന്നത്. അങ്ങനെ എന്തായാലും എല്ലാ പ്രായക്കാർക്കും ഇവിടേക്ക് ആഘോഷിക്കാൻ അവസരം ഒരുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊരു വേദി എന്ന നിലയിലല്ല, ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഇവിടേക്ക് വന്ന് അവരുടേതായ കഴിവുകൾ, അവർക്ക് പാട്ട് പാടാം, നൃത്തം ചെയ്യാം, ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു പോയിന്റായി മാനവീയം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആഷ്മി വലിയ മിമിക്രിക്കാരനാണ്. കുറച്ച് കടത്ത കൈയായിട്ടില്ലേ? മാത്രമല്ല എനിക്ക് ശബ്ദം മാറ്റി ഹലോ ശ്രീണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു എപ്പോ ഘനഗംഭീരമായ ശബ്ദത്തിൽ ചോദിക്കണ്ടായിരുന്നു. മണിമണി പോലെ ആ ഖണ്ഡമുള്ള നായരോടെ ഉണ്ടോ എന്ന് ചോദിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകാൻ ആഷ്മി. ഈ മിമിക്രി ഇനി എങ്ങും എടുക്കരുത്. ഇതിപ്പോ എടുത്ത ഇരിക്കട്ടെ അല്ലെ വിജയ? ഇനി പുറത്തെടുക്കുക. അപ്പൊ ഇത് ആരോടോ ഒരു കാര്യം ആഷ്മി പറയണമെന്ന് പറയാം. എന്റെ അനിയനൊരു ആയി പറയണം. ജോബ് കുര്യന്റെ ഹിറ്റ് പദയാത്ര പാടുന്നുണ്ട്. കുറച്ച് സമയം നമുക്ക് അങ്ങോട്ട് പോകണം. ഇനിയിപ്പോ നമുക്ക് സമയം കുറവല്ലേ? 18 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ഇനി മാത്രമല്ല ആൾക്കാർ ചാനൽ മാറിപ്പോകും. ഫ്ലവേഴ്സ് ആണോ 24 ആണോ സംശയം. അപ്പൊ ഒരാളിന്റെ അത് മെൽവിൻ അനിയനൊരു ഹാപ്പി ന്യൂ ഇയർ പറയണമെന്ന് വെച്ചിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ മെൽവിന്റെ അനിയ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, വളരെ സന്തോഷം. ഒരുപാട് പ്രേക്ഷകർ ഇപ്പൊ ഹാപ്പി ന്യൂ ഇയർ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഹാപ്പി ന്യൂ ഇയർ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ 24 ടീമിന്റെ ഹാപ്പി ന്യൂ ഇയർ. ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 2024 ആകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന നിങ്ങൾ ബാക്കിൽ കാണുന്ന ഈ ക്ലോക്കിലേക്ക് നോക്കിക്കോളൂ. ക്ലോക്കിൽ നിങ്ങൾ സമയം മനസ്സിലായില്ലേ? അപ്പോൾ 17 മിനിറ്റും 56 സെക്കൻഡും കൂടി കഴിയുമ്പോൾ ആഷ്മി 2000 നമുക്ക് അങ്ങോട്ട് പോയാലോ? പാലാഴി കടഞ്ഞെടുത്തൊരു അഴകാണ് അശ്വിൻ. എന്തായി അവിടെ? പാലാഴി പറയൂ. നമസ്കാരം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏകദേശം ഒരു 18 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് മുന്നിൽ കാണുന്ന ഈ പാപ്പാഞ്ഞ് കത്തിയെരിയുമെന്നുള്ളതാണ് ഫോർട്ട് കൊച്ചിയിലെ ഇപ്പോഴത്തെ വിശേഷം. ആളുകളെല്ലാം തന്നെ അതിന് തയ്യാറായിട്ടുണ്ട്. എനിക്ക് പുറകിലല്ല, ഈ പാപ്പാഞ്ഞ് കത്തിയെരിയുന്നതിന് തൊട്ടപ്പുറത്തായുള്ള സ്റ്റേജിൽ DJ പാർട്ടി നടക്കുകയാണ്. അവിടെ ആളുകളെല്ലാം തന്നെ വലിയൊരു വൈബിലാണ്. എങ്ങനെയുണ്ട് പ്രോഗ്രാം? പ്രോഗ്രാം പൊളി ഭയങ്കര ഷോക്കാണ്. ഭയങ്കര ഇപ്പൊ ഒരു ഓരോളില്ല, ക്രൗഡ് ഉണ്ട്, പക്ഷെ അതിനൊക്കെ പരിപാടിയില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു കാർണിവലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ പരിപാടികൾ കുറച്ച് ശോകമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവര് ഈ വെള്ളക്കുപ്പിയൊക്കെ എടുത്ത് സ്റ്റേജിലേക്ക് എറിയുന്നൊരു സാഹചര്യമൊക്കെ അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇത്തവണത്തെ കാർണിവൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ളത്. അത് പോലീസ് ഇത്തവണ ആളുകളെ കുറയ്ക്കാൻ വേണ്ടി പ്രോഗ്രാമിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ അങ്ങനെ ഒരു
പ്രശ്നം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പൊതുവെ കാണികളൊക്കെ പറയുന്നത്. എന്തായാലും പ്രോഗ്രാം അവിടെ തകൃതിയെ നടക്കുന്നുണ്ട്. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റിന് ശേഷം ഇവിടെ കത്തി അമരാൻ പോകുന്ന ഈ പാപ്പാഞ്ഞി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി കത്തുമോ, അത് കത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പോൾ നിലവിൽ ഫോർട്ട് കൊച്ചിയിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അത് തന്നെയാണ്. എന്തായാലും കത്തിക്കാൻ പോലീസ് അനുമതി നൽകിയിട്ടില്ല. പക്ഷേ സംഘാടകർ പറയുന്നു അത് കത്തിക്കും എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.